പ്രസംഗത്തിലൂടെ പ്രസംഗിക്കുക. ഇത്തവണത്തെ ഓണാഘോഷം വളരെ ആവേശത്തോടുകൂടെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു പുതിയ ആവേശം ഇന്ന് ജനങ്ങളിൽ കാണുന്നുണ്ട്. ഇത്തവണ സർക്കാർ ജീവനക്കാരുടെ ബോണസ് ഉൾപ്പെടെ നേരത്തെ നൽകി കേരളത്തിലെ ആശാവർക്കർമാരുടെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇത്തവണ നല്ല ആവേശമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ കഴിഞ്ഞ 3 മാസക്കാലത്തെ പ്രവർത്തനങ്ങളിൽ തന്നെ ജനങ്ങൾ വളരെയധികം മതിപ്പ് പ്രകടിപ്പിക്കുകയും ഓരോ വകുപ്പിലും കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാം. ഏതായാലും ഇത്തവണ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാ കേരള ജനത ഓണാഘോഷത്തിൽ ഒറ്റക്കെട്ടാണ് എന്ന വിളംബരം നൽകിക്കൊണ്ടാണ് ഈ ആഘോഷ പരിപാടികൾ നടത്തുന്നത്. ഏതാനും ദിവസങ്ങളായി തിരുവനന്തപുരം നഗരത്തിലെ ജനസമുദ്രം തന്നെ ഇതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ഞാൻ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ വർഷവും വളരെ നേരത്തെ തന്നെ ഓണച്ചന്തകളും അതുപോലെ തന്നെ സപ്ലൈകോ കൺസ്യൂമർ ഫെഡിൻ്റെ ഓണച്ചന്തകളും കൃഷി വകുപ്പിൻ്റെ പച്ചക്കറി ചന്തകളെല്ലാം നേരത്തെ ആരംഭിക്കുകയും ജനങ്ങൾക്ക് ഓണത്തിനുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നേരത്തെ സമാഹരിക്കാനുള്ള അവസരം ഉണ്ടാകുകയും. ഇന്നലെ ഇലുമിനേഷൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതോടുകൂടെ നഗരം മുഴുവൻ വർണ്ണപ്രഭയിൽ ഇന്ന് കുളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇത്തവണയും നമുക്ക് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാം. അതിന് എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാഘോഷം, ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്.